മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി, കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി, മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി. ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കുടിലിൽ, മലനിരയിൽ അഴകായി തനു പെയ്തിറങ്ങും ആനന്ദമകതാരിൽ പുൽക്കൂടു വിരിയുമ്പോൾ ആനന്ദം 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 ആനന്ദം. ഒരു താരകം നിറകൺ തുറന്നു ചിരി തൂകി പൊന്നൊഴിവാനിൽ, നിറകൺ തുറന്നു ചിരി തൂകി പൊന്നൊഴിവാനിൽ. ചം ചം ചരലരം ചരാരരരരം, ചം ചം ചരലരം ചരാരരരരം, ചാരരരരരരാരാ. കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി, മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി, കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി, മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി. ഒരു ദിവ്യ പൈതലായി മഹിയിൽ ഭാഗ്യതാരകം, ഒരു ദിവ്യ പൈതലായി മഹിയിൽ ഭാഗ്യതാരകം. ഒരു പുൽക്കുടിൽ നിറയും അരുണകിരണമായി മഞ്ഞിതിൽ വിടരും ഒരു മുകുളം, ഒരു പുൽക്കുടിൽ നിറയും അരുണകിരണമായി മഞ്ഞിതിൽ വിടരും ഒരു മുകുളം. കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി, മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി, കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി, മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി. ഗാനവീചികൾ ഒഴുകുകയായി, പുതുനാദമായി കിളികൾ ഉണരുകയായി, ഗാനവീചികൾ ഒഴുകുകയായി, പുതുനാദമായി കിളികൾ ഉണരുകയായി. ഒരു കിന്നരം നീട്ടിയണയുകയായി പുതുസംഘഗായകർ ഇടയരവർ, ഒരു കിന്നരം നീട്ടിയണയുകയായി പുതുസംഘഗായകർ ഇടയരവർ. കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി, മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി, കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി, മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി. ദേവഗീതികൾ ഉണരുകയായി, ഒരു താരകം വാനിലുയരുകയായി, ദേവഗീതികൾ ഉണരുകയായി, ഒരു താരകം വാനിലുയരുകയായി. ഒരു തമ്പുരപ്പാട്ടിൽ ഉണരുകയായി പുതുവൃന്ദഗാനമായി മനുകുലവും, ഒരു തമ്പുരപ്പാട്ടിൽ ഉണരുകയായി പുതുവൃന്ദഗാനമായി മനുകുലവും. കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി, മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി, കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി, മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി. ഒരു ദിവ്യ പൈതലായി മഹിയിൽ ഭാഗ്യതാരകം, ഒരു ദിവ്യ പൈതലായി മഹിയിൽ ഭാഗ്യതാരകം. ഒരു പുൽക്കുടിൽ നിറയും അരുണകിരണമായി മഞ്ഞിനിൽ വിടരും ഒരു മുകുളം, ഒരു പുൽക്കുടിൽ നിറയും അരുണകിരണമായി മഞ്ഞിനിൽ വിടരും ഒരു മുകുളം. കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി, മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി, കുഞ്ഞിക്കാറ്റ് മൊഴിയുകയായി, മഞ്ഞിൻ തുള്ളി പൊഴിയുകയായി.
ഹാപ്പി ക്രിസ്മസ്. ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കുടിലിൽ പാതിരാവിലെ പൊൻകുളിരിൽ സ്നേഹനായകനാഗതനായി. ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കുടിലിൽ പാതിരാവിലെ പൊൻകുളിരിൽ സ്നേഹനായകനാഗതനായി. താരകങ്ങൾ മിന്നിടുന്നേ വാലോകർ പാടി
ഇതിലലയകലെ നാദമായി കൺമണിയെ കാണാൻ താരാട്ടുപാടാൻ താരകം ചൊല്ലിയ ദൈവകുമാരനെ വാഴ്ത്താൻ അണയുന്നിതാ കാഴ്ചയുമായി അതതായി ആനന്ദമായി വിണ്ണൂതരും മാനവരും ഒന്നായി ഒരു രാഗമായി ഹല്ലേലൂയ ദാവീദിൻ ഉന്നതനെ ഹല്ലേലൂയ മറിയത്തിൻ പൊന്മകനെ ഹല്ലേലൂയ ലോകത്തിൻ രക്ഷകനെ ഹല്ലേലൂയ 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 ദാവീദിൻ ഉന്നതനെ ഹല്ലേലൂയ മറിയത്തിൻ പൊന്മകനെ ഹല്ലേലൂയ ലോകത്തിൻ രക്ഷകനെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൂരെ ഒരു താരകം നിറകൺ തുറന്നു ചിരി തൂകി പൊന്നൊഴിവാനിൽ നിറകൺ തുറന്നു ചിരി തൂകി പൊന്നൊഴിവാനിൽ ദൂരെ ഒരു താരകം നിറകൺ തുറന്നു ചിരി തൂകി പൊന്നൊഴിവാനിൽ നിറകൺ തുറന്നു ചിരി തൂകി പൊന്നൊഴിവാനിൽ ദേവേശൻ ജാതനായി ബെത്ലഹേം വഴിയരികിൽ മണ്ണിൽ സന്ദേശഗീതത്തിൽ അലകളുയരുകയായി ദൂരെ ഒരു താരകം നിറകൺ തുറന്നു ചിരി തൂകി പൊന്നൊഴിവാനിൽ നിറകൺ തുറന്നു ചിരി തൂകി പൊന്നൊഴിവാനിൽ Happy, 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 happy Christmas. സ്വർഗീയ തേജസ്സായി ഭൂവിൽ അവതാരം ചെയ്തു ആ നീലരാവിൽ അങ്ങ് സ്വർഗ്ഗത്തിൽ ഒഴുകുകയായി സ്വർഗീയ തേജസ്സായി ഭൂവിൽ അവതാരം ചെയ്തു ആ നീലരാവിൽ അങ്ങ് സ്വർഗ്ഗത്തിൽ ഒഴുകുകയായി സസ പപ മമരീരി സസരീരി സരി സരി സ സസ പപ മമരീരി സസരീരി സരി സരി സ പപരീരി പപ സ സ സരീരി സരി സരി സ പപരീരി പപ സ സ സരീരി സരി സരി സ വിണ്ണിൽ കേൾപ്പൂ ദൂര ഗാനസങ്കീർത്തനം വിണ്ണിൽ കേൾപ്പൂ ദൂര ഗാനസങ്കീർത്തനം ആരും കേൾക്കാം ഗാനങ്ങളെ ആരും കേൾക്കാം ഗാനങ്ങളെ സർവലോകർക്കും പൂനിലാത്തൂകും സ്നേഹരൂപിയായി ജാതനായി സർവലോകർക്കും പൂനിലാത്തൂകും സ്നേഹരൂപിയായി ജാതനായി ദൂരെ ഒരു താരകം നിറകൺ തുറന്നു ചിരി തൂകി പൊന്നൊഴിവാനിൽ
പൊന്നൊഴിവാനേ നിറകൺ തുറന്നു ചിരി തൂകി പൊന്നൊഴിവാനേ ദേവേശൻ ജാതനായി വഴിയരികെ മണ്ണിൽ സന്ദേശഗീതത്തിൻ അലകളുയരുകയാൽ ദൂരെ ഒരു താരകം നിറകൺ തുറന്നു ചിരി തൂകി പൊന്നൊഴിവാനേ നിറകൺ തുറന്നു ചിരി തൂകി പൊന്നൊഴിവാനേ
വീണ്ടും ഒരു ക്രിസ്മസ് കൂടെ വരവായി. പരുത്തിപ്പള്ളി CSI സഭയുടെ സന്തോഷകരമായ ഒരു ക്രിസ്മസ് ആശംസകൾ ആദ്യമേ അറിയിക്കട്ടെ. ക്രിസ്മസ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു ഉത്സവമാണ്. അന്ന് കഷ്ടതയും ഒറ്റപ്പെടുത്തലുകളും പാപബോധനവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് യേശു ബത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ഉദയം ചെയ്യുന്നത്. ഒറ്റപ്പെട്ട ഒത്തിരി ഇടയന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്നും വ്യത്യസ്തമല്ല ജീവിതം. യുദ്ധശ്രുതികൾ, പരസ്പരം ഐക്യമില്ലായ്മ, പാപബന്ധിലമായ ജീവിതം, ഇവയെല്ലാം കൊണ്ട് ലോകമൊരു തകർച്ചയുടെ വക്കിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് മതപീഡനങ്ങൾ നിലനിൽക്കുന്നു, ധാരാളം സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു. എന്നും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദുരിത മേഖലയിലേക്ക് ഇന്നത്തെ സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നു എന്നത് ഖേദകരമാണ്. ഈ പശ്ചാത്തലത്തിൽ ഒരു ക്രിസ്മസ് കൂടെ കടന്നു വരികയാണ്. എന്താണ് ക്രിസ്മസ്? മനുഷ്യൻ്റെ പാപമോചനത്തിന് യാഗമാകുവാനായി ബത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ഉദയം ചെയ്ത ഒരു ഉണ്ണിയേശു. ഈ ക്രിസ്മസ് ദിനത്തിൽ ഒത്തിരി സിംബലുകൾ നമുക്ക് പരിചയപ്പെടുവാനായിട്ട് കഴിയും. ഒന്നാമത്തേത് നക്ഷത്രമാണ്. നമുക്കറിയാം, വിദ്വാൻമാർക്ക് വഴികാട്ടിയായി തീർന്ന നക്ഷത്രം. ഒത്തിരി നക്ഷത്രങ്ങളെ അനുദിനം നമ്മൾ കണ്ടുമുട്ടുന്നു. എന്നാൽ ഈ നക്ഷത്രം യേശുവിനെ കാണുവാനായിട്ട് വിദ്വാൻമാർക്ക് വഴികാട്ടിയായി തീരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു സിമ്പൽ പുൽക്കൂടാണ്. ക്രിസ്മസ് നാളുകളിൽ ഭവനങ്ങളിലും സഭകളിലും പുൽക്കൂടുകൾ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മറിയയും ജോസഫും പൈതലുമായി ഒരു പുൽത്തൊഴുത്തിൽ കടന്നു വരുന്നതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് പുൽക്കൂടുകൾ നാം സൃഷ്ടിക്കുന്നത്. പേർവഴി ചാർത്തുവാനായി ഔഗസ്തോസ് കൈസറുടെ ആജ്ഞപ്രകാരം മറിയയും യോസേഫും യാത്ര തിരിക്കുകയാണ്. യാത്രാമധ്യേ മറിയ ഒരു പൈതലിന് ജന്മം നൽകുന്നു. ഈ പൈതലിനെയും കുഞ്ഞിനെയും കിടത്തുവാനായി ഒത്തിരി ഇടങ്ങൾ സന്ധിക്കുന്നു. എങ്കിലും ഒരു ഇടവും അവർക്ക് വേണ്ടി തുറന്നില്ല. അവസാനം അവർക്ക് രാപാർക്കുവാൻ കിട്ടിയ ഇടം ബത്ലഹേമിലെ പുൽത്തൊഴുത്താണ്. മറ്റൊന്ന് ക്രിസ്മസ് ട്രീ ആണ്. എല്ലാ ഭവനങ്ങളിലും ഈ ക്രിസ്മസ് നാളുകളിൽ ക്രിസ്മസ് ട്രീ അലങ്കൃതമായി കൊണ്ടിരിക്കുകയാണ്. AD 1510 റിഗ എന്ന സ്ഥലത്ത് മാർട്ടിൻ ലൂഥർ ഒരു വൃക്ഷത്തിൽ ഒത്തിരി അലങ്കൃതമാക്കി മെഴുകുതിരികൾ കൊളുത്തി അതിനെ ഭംഗിപ്പെടുത്തിയത് അനുസ്മരിച്ചുകൊണ്ടാണ് പിൻകാലങ്ങളിൽ എല്ലാ ദേവാലയങ്ങൾക്ക് മുമ്പിലും ഭവനങ്ങൾക്ക് മുമ്പിലും ഈ ക്രിസ്മസ് ട്രീ രൂപം പ്രാപിക്കുന്നത്. അടുത്തത് കരോൾ. ഈ നാളുകളിൽ സഭാങ്കണത്തിൽ നിന്നാരംഭിച്ച് എല്ലാ ഭവനങ്ങൾക്ക് മുമ്പിലും ധാരാളം ഭവനങ്ങൾ സന്ധിക്കുന്നുണ്ട് സഭകൾ. എങ്ങനെയാണ് ഈ ക്രിസ്മസ് കരോളിൻ്റെ ഉത്ഭവം? ഒറ്റപ്പെട്ട ഇടയന്മാർക്ക് സാന്ത്വനമായി മാലാഖമാർ ദൂതന്മാർക്ക് സന്ദേശം നൽകുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇടയന്മാരുടെ അനുഭവം നമുക്കറിയാം. പേർവഴി ചാർത്തുവാനായി ഔഗസ്തോസ് കൈസറുടെ ആജ്ഞ ലഭിച്ചിട്ടും അവിടേക്ക് ക്ഷണമില്ലാത്ത ഒതുക്കപ്പെട്ട ഒരു സമൂഹമാണ് ഈ ഇടയന്മാർ. അവർ നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കും, ഞങ്ങളെയും കരുതുവാൻ ഒരു രക്ഷകനെ ഉദയം ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി മാലാഖമാർ അവരെ അറിയിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ബത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ഒരുണ്ണി പൂജാതനായിരിക്കുന്നു. ഇതറിഞ്ഞ സന്ദർഭത്തിൽ തന്നെ ഇടയന്മാർ ആടുകളുമായി ആ ഉണ്ണിയേശുവിനെ കാണുവാനായിട്ട് കടന്നു പോകുന്നു എന്നുള്ളതാണ്. ക്രിസ്മസ് ഫാദർ നമുക്കറിയാം, സെൻറ്റ് നിക്കോളോസ്. അദ്ദേഹം നമുക്ക് കാണിക്കുന്ന മാതൃക
സാധുക്കളെ കരുതുക എന്നുള്ളതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വരുന്ന ക്രിസ്മസും പുതിയ വർഷവും നമ്മുടെ ജീവിതത്തിൽ ഒരു സമർപ്പണത്തിൻ്റെ ദിനമാകണം. ഇതെല്ലാം നമ്മളെ എത്തിച്ച് കൂട്ടിച്ചേർക്കുന്നത് യേശുവിൻ്റെ അടുക്കലേക്കാണ്. യേശുവിന് പ്രയോജനകരമായി യേശുവിന് വേണ്ടി ജീവിക്കുവാൻ, ബൈബിൾ സൊസൈറ്റി ഉണ്ടാകുവാൻ ഒരു കുഞ്ഞു ബാലിക യാദൃച്ഛികമായി ഇടപെട്ടതുപോലെ നമുക്കും മേരി ജോണാകുവാൻ ശ്രമിക്കാം. ഈ വരുന്ന ക്രിസ്മസ് മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരുവാൻ, മറ്റുള്ളവർക്ക് രക്ഷ പകരുവാൻ, മറ്റുള്ളവർക്ക് സാന്ത്വനമായി തീരുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഒരു നല്ല ക്രിസ്മസും പുതിയ വർഷവും പരുത്തിപ്പള്ളി ഇടവകയുടെ പേരിൽ ആശംസിക്കുന്നു. ആമേൻ.